السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله أما بعد. പ്രിയ സഹോദരന്മാരെ, ഈ ജബ്ബാർ മാഷ് പറഞ്ഞ മറ്റൊരു സംഗതി, ഇന്ന് കപ്പൽ ഓടാൻ കാറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ്. അയ്യോ ജബ്ബാർ മാഷേ, ഈ ജാതിയൊന്നും പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാൻ മെനക്കെടരുത് എന്നാണ് താങ്കളോട് പറയാനുള്ളത്. കാരണം താങ്കളുടെ ഈ സംസാരം കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അത് കുട്ടികൾ വരെ ഉണ്ടാവാം. അവർ താങ്കൾ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ട് താങ്കളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു അബദ്ധം പണിയാതെ കഴിയും. അദ്ദേഹം ഇതിൽ പറയുന്നത് വിശുദ്ധ ഖുർആന് കാറ്റിനെ സംബന്ധിച്ചും മനുഷ്യൻ്റെ സഞ്ചാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഖുർആൻ 29 സ്ഥലത്ത് കാറ്റിനെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് കാണാം. അത് 19 സ്ഥലത്ത് ഏകവചനമായും റീഹ്, 10 സ്ഥലത്ത് റിയാഹ് എന്ന് ബഹുവചനമായിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കാറ്റിൻ്റെ ഒരുപാട് സംഗതികൾ എടുത്ത് പറയുന്നുണ്ട്. കാറ്റ് കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ചിലരെ നശിപ്പിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റ് പരാഗണം നടത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട്. കാറ്റ് മേഘങ്ങളെ പല ഭാഗങ്ങളിലേക്കുമായി ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി മഴ വർഷിക്കാൻ കാരണമാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും അദ്ദേഹം യാതൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അതിൽ നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. കാരണം അത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടാവും എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദമെങ്കിലും അത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ കാറ്റിൻ്റെ ഗുണങ്ങൾ, കാറ്റ് മനുഷ്യന് സന്തോഷം നൽകുന്നു, അത് സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞതായിട്ട് കാണാം. അതൊക്കെ അദ്ദേഹം അവഗണിച്ചുകൊണ്ട് എന്തോ അദ്ദേഹത്തിന് അപ്പം ബുദ്ധിയിൽ തോന്നുന്നതായിരിക്കും, കാറ്റ് വഴി കപ്പൽ സഞ്ചരിക്കുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയണത് ഇന്ന് കപ്പൽ ഓടാൻ കാറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധം എത്ര തന്നെ അതിനെ അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് പറയാനുള്ളത്. അന്ന് ഈ യുക്തിവാദികൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണല്ലോ. അപ്പോൾ അത് അദ്ദേഹം ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരുന്നു. ഖുർആന് വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം, അതായത് അള്ളാഹു മഴ വർഷിക്കുന്നതിന് മുമ്പായിട്ട് മനുഷ്യന് സന്തോഷം പകരുന്ന രീതിയിൽ കാറ്റിനെ അയക്കുന്നു എന്ന് പറയുന്നു. വഅർസൽന റിയാഹ ലവാഖിഹ്, ലാഖിഹത്ത് എന്ന് പറഞ്ഞാൽ പരാഗണം നടത്തുക, ആ രീതിയിൽ കാറ്റിനയക്കുന്നുണ്ട് എന്ന് സൂറത്ത് ഹിജ്റിൽ പറയുന്നുണ്ട്. ഇനി കപ്പലിനെ സംബന്ധിച്ചാണെങ്കിൽ ഖുർആൻ 23 സ്ഥലത്ത് ആണ് കപ്പലിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത്. പല രീതിയിൽ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 സ്ഥലത്താണ് കപ്പൽ കാറ്റിൻ്റെ സഹായത്തോടു കൂടി സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. അത് ഒന്ന് സൂറത്ത്
റൂമിലാണ്. സൂറത്ത് യൂനുസിൽ ഹത്താ കുന്തും ഫിൽ ഫുൽക്ക്, സൂറത്ത് യൂനുസിൽ പറയുന്നത് ഹത്താ കുന്തും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബത്തിൻ എന്നാണ്. നിങ്ങൾ കപ്പലിൽ ആയിരിക്കുകയും അങ്ങനെ നല്ല കാറ്റിൻ്റെ സഹായത്തോടു കൂടി അത് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ, അത് സൂറത്ത് യൂനുസ് പറഞ്ഞ 10-ാമത്തെ അധ്യായമാണ്. അതിൽ 22-ാമത്തെ സൂക്തത്തിലാണ്, ആയത്തിലാണ് പറയുന്നത്. രണ്ടാമത്തേത് സൂറത്ത് റൂം, അത് 30-48. അതുപോലെ സൂറത്ത് ഫാത്തിർ 35-9. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ എന്നാണ് അവിടെ മേഘവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു കാറ്റിനെ അയക്കുന്നു, അത് മേഘത്തെ ആട്ടിത്തെളിയിക്കുന്നു. ഇതിനെ പറ്റിയല്ല അദ്ദേഹം പറഞ്ഞു, കപ്പൽ സഞ്ചരിക്കുന്നതിനെ പറ്റിയാണ്. കപ്പൽ സഞ്ചരിക്കാൻ ഇന്ന് കാറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, ജബ്ബാറുമാഷേ, ഈ വായുസഞ്ചാരം ഇല്ലെങ്കിൽ ഭൂമിയിൽ വല്ലതും നടക്കുമോ എന്നുള്ളതാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? കപ്പൽ പോവട്ടെ, ഇന്ന് എൻജിനുള്ള പുതിയ ആധുനിക എൻജിനുകൾ ഘടിപ്പിച്ചിട്ടുള്ളതാണ് കപ്പൽ. അതുകൊണ്ടാണ് കപ്പലോടാൻ ഇന്ന് കാറ്റ് ആവശ്യമില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നത്. വായുസഞ്ചാരമില്ലെങ്കിൽ കപ്പലിൻ്റെത് പോയിട്ട് നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന തീവണ്ടി, കാറ്, അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ, എന്തിനേറെ നമ്മുടെ 2 കാലുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയുമോ? ഇതിനെപ്പറ്റി എന്താണ് ജബ്ബാർ മാഷിക്ക് പറയാനുള്ളത് എന്ന് അറിഞ്ഞാൽ തെറ്റില്ല. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് സൂറത്ത് ശൂറയിലാണ്. അവിടെ ഖുർആൻ പറഞ്ഞത് ഒമിൻ ആയാത്തിഹിൽ ജവാരിഫിൽ ബഹ്രി കൽഅലാം, വലിയ പർവ്വതങ്ങളെപ്പോലെ, അല്ലെങ്കിൽ പർവ്വതങ്ങൾക്ക് സമാനമായി സമുദ്രത്തിൽ ജവാർ കപ്പലുകൾ സഞ്ചരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആ കപ്പലുകൾ തന്നെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഈ യശ യുസ്കിനി രീഹ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ കാറ്റിനെ പിടിച്ച് നിർത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കാറ്റുണ്ടാവില്ല, കാറ്റിനെ നിശ്ചലമാക്കി കളയുമായിരുന്നു. അങ്ങനെ അപ്പം എന്താ സംഭവിക്കാം? ഫയളിലന്ന റവാക്കിദ അലാ ദഹ്രിഹി, കപ്പലുകൾ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ, ജലോപരിതലത്തിൽ അനങ്ങാതെ നിന്ന് പോകുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് സഹായകമായ രീതിയിൽ ഈ കപ്പൽ സഞ്ചരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് അള്ളാഹു കാറ്റയച്ചത് കൊണ്ടാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിനാണ് നമ്മളെ മാഷ്, അദ്ദേഹം ഒരു മാഷാണ്. പിന്നെ മാഷന്മാരാകുമ്പോൾ കാര്യങ്ങൾ വല്ലാതെ പഠിച്ചുകൊണ്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു പ്രത്യേക മാഷായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം അത് പറയേണ്ടത്, കാറ്റില്ലെങ്കിൽ വായുസഞ്ചാരം നിന്നുപോയാൽ ഈ ഭൂമിയിൽ വല്ലതും സഞ്ചരിക്കുമോ, മാഷക്ക് നടക്കാൻ കഴിയുമുള്ളത് ഒന്ന് വ്യക്തമാക്കിയാൽ തിരക്കില്ല. അപ്പോൾ ഖുർആനിത് പറയുന്നത് യുസ്കിനി റിഹ ഫയളിലന്ന റവാക്കിദ അലാ ദഹ്രിഹി, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ കാറ്റിനെ പിടിച്ചു നിർത്തും, കാറ്റെടുപ്പിക്കൂല. അപ്പോൾ കപ്പൽ ജലോപരിതലത്തിൽ നിന്നു പോകും എന്ന് പറഞ്ഞിട്ട്, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ, ക്ഷമാശീലരായ നന്ദിയുള്ള, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളോടൊക്കെ നന്ദി കാണിക്കുന്നവർക്ക് ഇതിനൊക്കെ ദൃഷ്ടാന്തമുള്ളൂ എന്നാണ് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. നന്ദിയില്ലാത്തവർക്ക് അവർക്ക് എന്ത് കിട്ടിയാലും അവരത് ആസ്വദിക്കും. എന്നിട്ട് പിന്തിരിഞ്ഞിട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഖുർആൻ്റെ ഉറവിടം എന്ന് പറയുന്ന ആ എപ്പിസോഡിൽ അദ്ദേഹം വിഗ്രഹപൂജകരെ സംബന്ധിച്ച് പറഞ്ഞൊരു പ്രയോഗമുണ്ട്.
അതുപോലെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യാന്ന. അതായത് ദൈവങ്ങളെ കൊണ്ട് കാര്യമൊന്നും കിട്ടിയില്ലെങ്കിൽ കച്ചവടം കഴിഞ്ഞ് യാത്ര ചെയ്ത് വരുമ്പോൾ ആ ദൈവങ്ങളെ കുറെ ചീത്ത പറയുകയും പിന്നെ പിന്തിരിഞ്ഞ് നിന്നിട്ട് തുണി വലിച്ചു കയറ്റുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് തന്നെ ബാധകമായിട്ടുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുക, അത് മൂക്കറ്റം ഉപയോഗിച്ചിട്ട് നന്ദില്ലാതെ അള്ളാഹുവിനോട് ഈ നിലക്ക് കയർക്കുന്ന, അള്ളാഹുവിൻ്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളുന്ന ജബ്ബാർ മാഷ പോലുള്ള ആളുകൾ, അദ്ദേഹം ഇതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. കപ്പൽ പോട്ടെ, അദ്ദേഹത്തിന് കാറ്റില്ലെങ്കിൽ, അതായത് വായുസഞ്ചാരം ഇല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയുമില്ല എന്നുള്ളത്. എന്നിട്ടാണല്ലോ അദ്ദേഹം ബാക്കി കാര്യങ്ങളെ പറ്റി പറയേണ്ടിയുള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ്റെ ഉറവിടം എന്ന അദ്ദേഹത്തിൻ്റെ ഖുർആനെ സംബന്ധിച്ചുള്ള പരാമർശത്തിലെ വലിയൊരു ശാസ്ത്രീയ സത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. എൻ്റെ പ്രേക്ഷകർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.